ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വൈകുന്നേര കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുക. നമ്മളിത് കുഴൽക്കിണറായതുകൊണ്ട് കുടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് വെള്ളം എടുക്കുക. അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും പോയി എടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നോക്കുമ്പോഴാണ് കറ്റാർ വാഴേൻ്റെ ഉള്ളിലൊക്കെ പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് കാട് പോലെ നിൽക്കുന്നുണ്ടത്. അതൊക്കെ വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അമ്മ മുറ്റടിച്ച് വാരുന്നുണ്ടായിരുന്നു. ലൂക്കി അടുത്തുനിന്ന് കളിക്കുന്നുണ്ട്. എനിക്കൊരു കുപ്പായം തയ്ക്കാനുണ്ടായിരുന്നേ. അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രുതി ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ചേച്ചി പറഞ്ഞാൽ നമ്മളെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ചേച്ചീൻ്റെ വീട്. അവിടത്തേക്ക് നടന്നിട്ട് നമ്മൾ പോവുകയാണ്. ലൂക്കി ഒപ്പരമുണ്ട്. ശ്രുതി ചേച്ചീൻ്റെ മോനൊപ്പരം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഓൻ കാര്യമായിട്ട് എൻ്റെ ഒപ്പരം വരുന്നത്. ഓനാട് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ, സൈക്കിളൊക്കെ ഓടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീക്കുട്ടനെയും ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഒപ്പരം കളിക്കാൻ അവൻ പറഞ്ഞ പോലെ കേൾക്കും. അങ്ങനെ കളിക്കുന്നത് കൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ശ്രുതി ചേച്ചീൻ്റെ വീട്. ശ്രുതി ചേച്ചിക്ക് അടിക്കാൻ കൊടുത്തു. ശ്രുതി ചേച്ചി അടിക്കുന്ന ആ സമയം കൊണ്ടാണ് രണ്ടാൾ ഇവിടുന്ന് കളിക്കുന്നത് കേട്ടോ. ഞാൻ കുറേ സമയം നിന്നില്ല. വൈകുന്നേരത്തെ പണികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ബാക്കി. അതുകൊണ്ട് കുറേ സമയം നിന്നില്ല. രണ്ടാളും കൂടി സൈക്കിളൊക്കെ ഓടിച്ച് കളിച്ചു. ലൂക്കക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവനൊപ്പം കളിക്കാൻ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയിട്ട് പോകാറുണ്ട് ആ വീട്ടിലേക്ക്. അവരൊപ്പം കളിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അവർ തിരിച്ച് നമ്മളെ വീട്ടിലേക്കും വരും കളിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിച്ചൊക്കെ വാങ്ങി ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരലായി. വണ്ടിയൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ കൈ മുറുക്കെ പിടിച്ചിട്ട് വന്നിട്ടില്ല. അതിലൊക്കെ അവന് വിട്ടാൽ അവൻ ഓടും. ഏത് ഭാഗത്തെ ഓടുന്നെന്ന് പറയാൻ കഴിയില്ല, വണ്ടി വരുന്നതും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് മൈക്ക് മുറുക്കെ പിടിച്ചത്. ഇതാണ് കേട്ടോ നമ്മുടെ വീട് കണ്ടോ. പിന്നെ റോഡിലൂടെ സൈക്കിൾ ഓടിച്ച് നടക്കണം എന്ന് പറഞ്ഞ് കുറേ നേരം വാശി പിടിച്ചു. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് റോഡിലേക്ക് വിട്ടത്. അപ്പോൾ കുറച്ച് സമയം അവൻ ഓടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അവന് റോഡുമ്പിലെ കൂടെ ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ അധികം വിടാറില്ല. റോഡിലൂടെ വണ്ടിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പിടിച്ചാൽ കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ വീട് പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അധികം വിടാറില്ല. എന്നാലും അധികം വാശി കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിടാറില്ല. കുറച്ച് സമയം ഓടിച്ചോട്ടെ എന്ന് പിന്നെ വിചാരിച്ചു. വൈകുന്നേരം അധികം വലിയ വണ്ടിയൊന്നും ഉണ്ടാവാറില്ല റോഡിൽ. അതുകൊണ്ടാണ് വിട്ടത്. കുറച്ച് മോൻ സൈക്കിൾ ഓടിച്ചു. അവൻ്റെ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൻ പറയുമ്പോൾ അവർക്ക് കേട്ട് നിൽക്കുന്നത്. സൈക്കിൾ വാങ്ങിയത് ഇപ്പം അബദ്ധമായ പോലെയാണ് എനിക്ക്. എന്താ വെച്ചാൽ റോഡുമെന്നൊക്കെ ഇപ്പോൾ കയറിയേ ഇല്ല. എന്തായാലും ഓനോടില്ല വാശിയൊക്കെ കളഞ്ഞ് നേരെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുക്കളയിൽ കയറി ഒരു ചായ ഇട്ടു. ചായയുടെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചപ്പും കേക്കുമാണ് കേട്ടോ ഉണ്ടായത്. അപ്പം ചായയും കുടിച്ച് കേക്കൊക്കെ തിന്ന് പുറത്ത് ഇങ്ങനെ ഇരുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ മുറ്റം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.